വാ പോവാം. എന്റെ ആന്റി, ഞാൻ പറയുന്നത് മുഴുവൻ ആന്റി ഒന്ന് കേക്ക്. അതിനു മുമ്പ് എന്തിനാ ഈ ടെൻഷൻ? എന്താ കൂടുതൽ കേൾക്കാനും പറയാനും? വേഗം വന്നേ. ആന്റി ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയന്തിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ തന്നെയല്ലേ എല്ലാരും പറയാ. അല്ലാതെ ഒരു അമ്മയോട് വേറെ എങ്ങനെ വിവരം അറിയിക്കാം? അവിടെ ചെന്ന് കാണുമ്പോ അറിയാം എന്തൊക്കെയാണെന്ന്. ഭഗവാനെ, എന്ത് പറഞ്ഞാ ഞാൻ ഈ ആന്റിയെ? എന്നാ പിന്നെ ഇവിടെ ഫോണില്ലേ? നമ്പർ നിനക്കറിയില്ലേ? രാവിലെ നടന്നൊരു സംഭവം അറിയിക്കാൻ വരിക ഈ സന്ധിക്ക. ആന്റി, മനഃപൂർവ്വം തന്നെ ഞാൻ വൈകിയത്. നേരത്തെ അറിഞ്ഞ അപ്പൊ തന്നെ ജയന്തി മോളെന്ന് വിളിച്ച് ആന്റി അങ്ങോട്ട് കയറി ചെല്ലും. JD സാറും സെക്കൻഡ് വൈഫും എല്ലാരും ഉണ്ട് അവിടെ. അവരുടെ നടുവിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ ആന്റിക്ക്? ആന്റി, നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ പാടില്ല. അവരൊക്കെ പോയി കഴിഞ്ഞിട്ടേ നമുക്കങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റൂ. കുറച്ചും കൂടി ക്ഷമിക്കാം ആന്റി. ഗുരുവായൂരപ്പ, ഇങ്ങനൊരു ഗതികേട് എനിക്കെന്തിനാ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. വേണമെങ്കിൽ നാളെ കൂടെ റെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം. എന്റെ ഈശ്വര, എനിക്കിത് കേട്ടാ മതി. ഇത്രയും കാലം പൊട്ടാതെയും പൊളിയാതെയും ഞാൻ കാത്തു സൂക്ഷിച്ച മോളാ. ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് കുട്ടിക്ക് പോറൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മണിയടുത്തേക്ക് അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അല്ലേ ജെഡി? ഇത്രയ്ക്ക് കടന്നു പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഏട്ടത്തി അവളുടെ അമ്മയല്ലേ? അവരെന്തെങ്കിലും പറഞ്ഞു തരുതി നീ വെറുതെ? സോറി, ഞാൻ ജിഷയുടെ കാര്യം കൂടാ പറഞ്ഞത്. അവൾക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ തീരെ താല്പര്യമില്ലാന്ന് 2 ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അയ്യോ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ആന്റിയോട് പറഞ്ഞോ? ആന്റിക്ക് ഞാൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ആദ്യം അത് പറ. ജെഡി, ഞാനിങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല, സത്യം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വിടാം. രാത്രിയിൽ ജിഷയുടെ കൂടെ ഏതായാലും ഒരാൾക്ക് മാത്രമേ ഇവിടെ കിടക്കാൻ പറ്റൂ. വേണമെങ്കിൽ നാദർ ഏട്ടത്തെയും കൂടി വീട്ടിൽ പോയിക്കോട്ടെ, ഞാനിവിടെ ഒന്നോളാം. അയ്യോ, അതൊന്നും വേണ്ട. ചെറിയച്ചൻ പൊയ്ക്കോ. ഇവിടെ അമ്മയില്ലേ? അതെ ദേവ, കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, പിന്നെന്താ? നിങ്ങൾ പൊയ്ക്കോ. ഞാൻ എൻ്റെ മോളെ നോക്കി ഇവിടെങ്ങാനും കൂടിക്കോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് നാളെ വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോട്ടെ മോളെ. എടുത്തേ. ആ, കുട്ടി ഇതുവരെ പോയില്ലേ? ഇല്ല. വൈകണ്ട, സമയം രാത്രിയായില്ലേ? കഴിച്ചോ. മോക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. വീട് എവിടാന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ അങ്കിള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി, ബൈ. ദിയ, നീ എവിടെയായിരുന്നു ഇതുവരെ? എൻ്റെ അമ്മ എവിടെ? മനുവേട്ടൻ അമ്മയെ വിളിക്കാൻ പോയിട്ടുണ്ടെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? ഏയ് അല്ല ജയ, അവരിപ്പോ എത്തും. വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരണ്ടെന്ന് കരുതി ഞാൻ ഇതൊരു റിസപ്ഷന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, അവര് പോയില്ലേ? എങ്കിലും നീ ചെന്ന് റിസപ്ഷനിൽ തന്നെ ഇരിക്കെ. ഏത് റൂമിലേക്കാ മാറ്റിയതെന്ന് മനുവേട്ടന് അറിയില്ലല്ലോ. അയ്യോ, പറയുമ്പോൾ അത് ഞാൻ ഓർത്തില്ല. എന്നാ ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലട്ടെ. വരട്ടെ ആന്റി. ശരി മോളെ. മോൾ ഇനി അധികം സംസാരിക്കാനൊന്നും നിൽക്കാതെ ഇത്തിരി നേരം കിടന്നുറങ്ങാൻ നോക്ക്. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഞാൻ എൻ്റെ അമ്മ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. റൂമിലേക്ക് മാറ്റൂ ദിയ. എന്റെ മോളെവിടെ? അവൾക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല ആന്റി. ജയ്ക്ക് ഒരു കുഴപ്പമില്ല. ആന്റി വെറുതെ കരയല്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. നമ്മൾ ജയുടെ അടുത്തേക്കല്ലേ പോകുന്നത്. എന്റെ ഈശ്വര, എനിക്ക് എന്റെ മോളെ കണ്ടല്ലേ സമാധാനാവും. ദിയ, ജയുടെ അടുത്ത് അവരാരെങ്കിലും? ഇല്ല, അവരൊക്കെ പോയി. ഇപ്പൊ വേറൊരാളുണ്ട്. ആരാ? മണിയമ്മ. അവരാണല്ലോ ഇപ്പൊ ജയുടെ അമ്മ. മോളെ, എന്റെ പൊന്നു മോളെ, എനിക്ക് എന്താ പറ്റിയത്? അമ്മേ, ഒന്നുമില്ല അമ്മേ. അമ്മയുടെ മോക്കൊന്നും പറ്റിയിട്ടില്ല. കരയില്ലേ അമ്മേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ കാണുന്നൊക്കെ എന്താ? എന്റെ കൃഷ്ണ, നാഴികയ്ക്ക് 40 വട്ടം ഞാൻ പിടിച്ചിട്ടും
എന്റെ മോളെ നീ കാത്തില്ലല്ലോ. കാക്കാതെ പിന്നെ വണ്ടിക്കടിയിൽ പെട്ടു പോവേണ്ടതായിരുന്നു എന്നാ ദിയ പറഞ്ഞത്. ഈശ്വര, കണ്ണി തറയ്ക്കേണ്ടത് പുരികത്തെ തട്ടി മാറിപ്പോയിന്ന് കരുതിയാ മതി. എന്താ മോളെ ഉണ്ടായേ? നിന്നോട് അമ്മ എപ്പോഴും പറയാറില്ലേ സൂക്ഷിച്ച് നടക്കാവൂന്ന്? ഇങ്ങനെയൊക്കെ വരാൻ നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല അമ്മേ. പെട്ടെന്ന് അമ്മയെ കാണാൻ തോന്നിയപ്പോ ദേയുടെ അടുത്ത് നോടി വരികയായിരുന്നു ഞാൻ. അപ്പോഴാ എന്റെ ഈശ്വര, ഞാനാണോ എല്ലാത്തിനും കാരണം? അങ്ങനെയൊന്നും പറയില്ലേ അമ്മേ. ഞാനാ എല്ലാത്തിനും കാരണം. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഞാൻ തന്നെയാ. എന്താ ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാനാണോ അമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇല്ല, ഞാനിനി ഒന്നും പറയുന്നില്ല. അമ്മ കരയണ്ട, എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ. എന്നാലും എന്റെ മോളെ, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ഈ അമ്മയ്ക്ക് ഇപ്പോഴല്ലേ നിന്നെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. വല്യമ്മ പോലും നേരത്തെ എത്തി. നിന്റെ പെറ്റമ്മയ്ക്ക് ഗതി ഇതായിപ്പോയല്ലോ മോളെ. ജയേ, ഞാൻ ദിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരട്ടെ. ഇവരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇവളിവിടെ നിൽക്കണ്ടല്ലോ. ശരിയാ ദിയേ, നീ പോയിട്ട് നാളെ വന്നാ മതി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും എന്റെ മോളെ, അമ്മയ്ക്ക് നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ. കരയല്ലേ അമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇന്നാ ഗീതേ, ഇത് കുടിക്കും. ഓടിത്തളർന്ന് വന്നല്ലേ. വേണ്ട എടുത്തി, എനിക്കിപ്പോ ഒന്നും ഇറങ്ങില്ല. ഞാൻ പിന്നെ കുടിച്ചോളാം. അത് പോരാ അമ്മ, ഇത് കുടിച്ചേ. ദാ, ഇങ്ങ് താ വല്യമ്മേ, ഞാൻ കൊടുക്കാം. വേണ്ട, അമ്മ തന്നെ കുടിച്ചോളാം. ഇന്നെനിക്ക് ഇവിടെ കഴിയാവോ എടുത്തി? അവരാരെങ്കിലും വരുമോ? ഇന്നിനി ആരും വരില്ലെന്നാ തോന്നുന്നേ. വന്നാലും അമ്മ ഇനി ഒളിച്ചു കളിക്കൊന്നും വേണ്ട. വരുന്നത് വരട്ടെ. വേണ്ട മോളെ, എന്തായാലും ഇത്രത്തോളായില്ലേ. ഇനി ഈ അഭിനയം നിർത്തണ്ട. എന്റെ മോൾക്ക് അച്ഛനെ വേണം. അമ്മേ, അതെ, അമ്മ അത് തീരുമാനിച്ചു. ഒരു പെൺകുട്ടിയുടെ ഭാവിക്ക് അച്ഛന്റെ സ്ഥാനം അമ്മയേക്കാൾ വലുതാ. ആരും ആദ്യം ചോദിക്കുക അമ്മയെക്കുറിച്ചല്ല, അച്ഛൻ ആരാന്നാ. അവർക്ക് മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് ജയദേവൻ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്റെ മോള് നേടിയെടുക്കണം. ഈ അമ്മയെ മറന്നിട്ടായാലും. അമ്മേ, ദാ, ഇത് അമ്മ അമ്മയ്ക്ക് തണുക്കാതെ പുതച്ചു കിടക്കാൻ. വന്ന് കയറിയപ്പോൾ നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയെന്ന് എൽദോ പറഞ്ഞപ്പോൾ അമ്മാമ്മ ഒരുപാട് അങ്ങ് ആശിച്ചു പോയി. എരണം കേട്ടോ. അല്ലെങ്കിൽ അവനെ എന്നാ അതിനാ കുറ്റം പറയുന്നേ? അന്നും ഇന്നും ആശിക്കാനും കാത്തിരിക്കാനും മാത്രമല്ലേ എനിക്ക് യോഗമുള്ളൂ. അതൊക്കെ പോട്ടെ. അമ്മാമ്മയ്ക്ക് എന്താ നാളെ തന്നെ പോണോന്ന് ഇത്ര നിർബന്ധം? കുറച്ചു ദിവസം ഇവിടെ എന്നോടൊപ്പം കഴിഞ്ഞിട്ട് പോയ പോരെ? പോരാ മോളെ, എന്തൊക്കെയായാലും നിന്റെ അപ്പാപ്പൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ ഓർമ്മകളില്ല ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിന്ന അന്ന് അമ്മാമ്മയ്ക്ക് ഉറക്കമില്ലാത്ത ദിവസാ. പിന്നെ അമ്മാമ്മ വരും ഉറക്കൊഴിഞ്ഞ് നിനക്ക് കൂട്ടിരിക്കാൻ. എപ്പോഴാന്നറിയാവോ? എപ്പോഴാ? ഈ വയറ്റില് അമ്മാമ്മയ്ക്ക് വേണ്ടി നീ ഒരു പേരക്കുട്ടിയെ കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോ. ഒന്ന് പോയാ അമ്മാമ്മേ, ചുമ്മാ. അപ്പൊ ഇന്നിവിടെ കിടന്ന അമ്മാമ്മയ്ക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല
അതല്ലേ പറഞ്ഞു വരുന്നത്? അതൊന്നും സാരമില്ല മോളെ. കണ്ണ് തുറന്ന് കിടന്ന് ആലോചിക്കാൻ എന്തെല്ലാം ഇരിക്കുന്നു അമ്മാമ്മയ്ക്ക്. എന്നാ ഞാനിന്ന് അമ്മാമ്മയുടെ കൂടെ കിടക്കാം. ഏയ് അതൊന്നും വേണ്ട. ദേ സമയം ഒത്തിരിയായി, മോള് പോയി കിടക്കാൻ നോക്ക്. വേണ്ട അമ്മാമ്മേ, എനിക്ക് അമ്മാമ്മയുടെ ഒപ്പം കിടക്കാനുള്ള കൊതിയുണ്ടല്ലേ പറഞ്ഞത്. പ്ലീസ് അമ്മാമ്മേ. കൊതി അമ്മാമ്മയ്ക്കും ഉണ്ട് മോളെ. പക്ഷേ ഒരു ദിവസം അങ്ങനെ കിടന്ന പിറ്റേന്നും അമ്മാമ്മയ്ക്ക് അങ്ങനെ വേണം തോന്നും. അത് നടക്കുമോ? ഇല്ല. നിങ്ങളെ ഒന്നും സ്വന്തമായിട്ട് കിട്ടില്ല എന്ന് അമ്മാമ്മയ്ക്ക് നല്ലോണം അറിയാം. അപ്പം പിന്നെ ഒരു നേരത്തെ സന്തോഷത്തിന് കൊതിച്ച അതിൻ്റെ പേരിൽ അമ്മാമ്മ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മോളൊന്ന് വേഗം പോയേ. പുലർച്ചയ്ക്ക് എഴുന്നേൽക്കണം. അമ്മാമ്മയ്ക്ക് ആദ്യത്തെ ബസ്സിന് തന്നെ പോവാനുള്ളതാ. അത് വേണ്ട, ബസ്സിനൊന്നും അമ്മാമ്മ പോണ്ട, ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം അമ്മാമ്മേ. അപ്പോ ഗുഡ് നൈറ്റ്. ഓക്കെ. മണിയെടുത്തി എവിടെ മോളെ? ഇതാരാ? ഇത് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാ, രമണി. അത് ശരി. ഇവിടെ എങ്ങനെ വന്നു? അതും ഇത്ര കാലത്തെ? കാലത്തല്ല, രാത്രിയിലേ വന്നു. രാത്രിയോ? അതെ, എൻ്റെ ഒരു ബന്ധുവിനെ ഇന്നലെ രാത്രി ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ വന്നതാ. ഓ, അമ്മ എവിടെ മോളെ? ഏട്ടത്തി മോൾക്ക് ചായ മേടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുക. അല്ല, മണിയെടുത്തി കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത്? അതെ. കൂട്ടുകാരി ഇപ്പൊ ഏട്ടത്തിന്നാണോ വിളിക്കുന്നത്? അത് അവർക്ക് എന്നേക്കാൾ. എന്തിനാ ആന്റി ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നേ? ഇവരൊക്കെ പാവങ്ങളാ, വെറും നാട്ടും പുറത്തുകാര്. തന്നേക്കാൾ പ്രായം കൂടുതലുള്ളവരെ ബഹുമാനത്തോടെ വിളിച്ച ഇവർക്ക് ശീലമുള്ളൂ. അത് തെറ്റൊന്നും അല്ലല്ലോ. അതിന് ജിഷേന്ദ്രൻ ദേഷ്യപ്പെടുന്നേ? ക്ഷമിക്കണം കേട്ടോ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്തുള്ളവരെയാ ഏട്ടത്തിന്ന് വിളിക്കാറുന്ന. അല്ലാതെ വെറും പ്രായക്കൂടുതൽ മാത്രമേ ഉള്ളെങ്കിൽ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, അങ്ങനൊരു ബന്ധമുള്ളവരെ തന്നെയാ ഏട്ടത്തിന്ന് വിളിക്കുക. ഇനി പറയാലോ, നേരിട്ടല്ലെങ്കിലും വകയിൽ ഇവളുടെ അമ്മ എനിക്ക് ഏട്ടത്തിയായിട്ട് വരും. ആ, അത് പറ. അങ്ങനെ എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ ഇത്രയൊക്കെ ചോദിച്ചത്. കണ്ടോ ജിഷ, നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊരു ബന്ധുവിനെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. മണിയെടുത്തിയുടെ ബന്ധു എന്ന് പറയുമ്പോ ഞാനും നിങ്ങളുടെ ബന്ധുവായിട്ട് വരും. എന്നെ അറിയോ? അറിയാം. എങ്കി പറ, ആരാ? അത് ഇവളുടെ അല്ല, മണിയടുത്തിയുടെ വിശ്വട്ടിന്റെ അനിയന്റെ. കറക്റ്റ്, കൃത്യമായിട്ട് അറിയാലോ. പിന്നെന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കുന്നത്? ജിഷയുടെ ചെറിയച്ഛന്റെ ഭാര്യയാണെന്നങ്ങ് പറഞ്ഞ പോരെ? അപ്പൊ ജെഡിയെ നേരത്തെ പരിചയം ഉണ്ടാവും അല്ലേ? ജെഡിയെ പരിചയം ഉണ്ടാവില്ല, ജയദേവനെയാ ഇവർക്കൊക്കെ പരിചയം. ഓ, എന്നാ ഞാനങ്ങോട്ട് മണിയെടുത്ത് വരാതെയോ? വന്നാ പറഞ്ഞാ മതി. ഇപ്പോ നിങ്ങളിവിടെ ഉണ്ടല്ലോ മോളെ നോക്കാൻ. അത് ശരിയാ, ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ? എന്നാ പൊയ്ക്കോ. ഏതോ രോഗിയും കൊണ്ട് വന്നാണെന്നല്ലേ പറഞ്ഞത്? ആ അതെ.
പോട്ടെ മോളെ. താനിങ് എത്തിയോ? എന്തു പറ്റി? വൈകിട്ട് ഞാനും കൂടി വന്ന ശേഷം ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് വയ്യ ജെഡി. ഞാൻ എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾ ക്ലാഷ് ഉണ്ടാക്കി അടങ്ങുന്നുള്ള തീരുമാനത്തില. ഹോസ്പിറ്റലിൽ വെച്ച് ഉടയ്ക്കോ നിങ്ങൾ? എന്താടോ ഇത്? ഏട്ടത്തെയും കൂടെ എല്ലാം അറിയിക്കണം. ജെഡി ഇപ്പൊ അവരുടെ കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ, ഒരു കാര്യമില്ലാതെ ഏൽക്കേണ്ടി വരുന്ന ഇൻസൾട്ടിങ്, ഇതൊന്നും എന്താ ജെഡി കാണാൻ ശ്രമിക്കാത്തത്? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന വാശി കൊണ്ടാനാതര പലതും ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നുന്നു. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ നിന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടത്. എന്നിട്ട് പിന്നെ അവിടെ എന്താ ഉണ്ടായത്? എല്ലാത്തിനും കാരണം ഞാനാണെന്നൊരു മുൻവിധി ജെഡിക്കുള്ള സ്ഥിതിക്ക് ഇനി അത് പറയുന്നതിൽ കാര്യമില്ല. മുൻവിധിയുള്ള നിന്റെ മനസ്സിനാ ജിഷയുടെ കാര്യത്തിൽ. അവളുടെ അറിവില്ലായ്മ ഉൾക്കൊള്ളാതെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇഷ്ടമില്ലായ്മയുടെ ലക്ഷണമായിട്ട് എനിക്ക് കാണാൻ പറ്റും. ജെഡി പ്ലീസ്, ജിഷ ന്യായീകരിച്ചോളൂ. പക്ഷെ അതിനുവേണ്ടി തെറ്റുകൾ മുഴുവൻ മറ്റുള്ളവരുടെ മേൽ ചാരാൻ ശ്രമിക്കരുത്. കൈവിട്ട വാത്സല്യം കുട്ടികളെ വഴിതെറ്റിക്കത്തേ ഉള്ളൂ. ഒരു യഥാർത്ഥ രക്ഷിതാവിന് അവരെ സ്നേഹിക്കാൻ മാത്രമല്ല, തെറ്റുകൾ കണ്ടെത്തി ശാസിക്കാനും ശിക്ഷിക്കാനും കഴിയണം. പക്ഷെ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കാനല്ലാതെ അവള് ചെയ്ത തെറ്റെന്താണ് നിന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ? അറിയാൻ ജെഡി ശ്രമിച്ചിട്ടുമില്ലല്ലോ. എങ്കിലും പറയാം, ഞാനിന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ജിഷയുടെ കൂടെ അവിടെ മണിയെടുത്തി ആയിരുന്നില്ല, മറ്റൊരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു സ്ത്രീയോ? അതെ, മണിയെടുത്തിയുടെ കൂട്ടുകാരിയാണെന്നാ പറഞ്ഞത്. പക്ഷെ അതാരാണെന്ന് ഞാൻ അന്വേഷിച്ചത് ജിഷയ്ക്ക് ഇഷ്ടമായില്ല. ആ സ്ത്രീ പോയി കഴിഞ്ഞപ്പോ അതിന്റെ ദേഷ്യം അവളെന്നോട് കാണിക്കുകയും ചെയ്തു. എങ്ങനെ? വേണ്ട, അത് ഞാനിപ്പോ പറയുന്നില്ല. അറിയണമെന്ന് ജെഡിക്ക് നിർബന്ധമാണെങ്കിൽ മണിയെടുത്തോട് തന്നെ ചോദിക്കാം. ക്യാൻറ്റീനിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവര് കണ്ടതാ ജിഷ എന്നോട് പെരുമാറുന്നത്. ഞാനത് വിശദീകരിച്ച ജെഡിക്ക് ചിലപ്പോൾ അത് വിശ്വാസമായെന്ന് വരില്ല. പക്ഷെ ഒരമ്മയും മകളെക്കുറിച്ച് ഇല്ലാത്തത് പറയില്ലല്ലോ. I'm sorry if it hurts. നിനക്ക് വേദനിച്ചെങ്കിൽ ഒരിക്കൽ കൂടി അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. വേണ്ട ജെഡി, അഡ്ജസ്റ്റ് ചെയ്യേണ്ടവൾ ഞാനല്ലേ, എനിക്ക് പരാതിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കണ്ട ആ സ്ത്രീയുടെ കാര്യത്തിൽ എനിക്കുണ്ടായ ചില സംശയങ്ങൾ, ഉത്കണ്ഠ, അതെനിക്ക് ജെഡി അറിയിക്കാതിരിക്കാനാവില്ല. പറയാം. മുമ്പ് ജെഡി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സ്ത്രീ ഒരു ഗീതയാണോന്ന് എനിക്ക് സംശയമുണ്ട്.